അല്ല മോളെവിടെ? ഓളെ ഇന്നലെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വൈകിട്ടാ വന്നേ. അതാ നല്ല ഉറക്കത്തിലായിരുന്നേ. ഇപ്പൊ എണീപ്പിച്ചതേ ഉള്ളൂ. ഇപ്പൊ വരും. ഏട്ടൻ ഇരിക്കേ. അത് ശരി. അല്ല മിനി, ഈ 2 മാസം വെക്കേഷനില് ജൂലി മോളെ ഇവിടെ നിർത്തുന്നതില് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യേ, ഇതെന്താ ചോദ്യാട്ടാ? ജൂലി എന്റെ ചേട്ടന്റെ മോളാണെങ്കിലേ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ തന്നെ കാണുന്നേ. അല്ലെങ്കിലും നിങ്ങൾ പൈങ്കിളിനെ അങ്ങനെയല്ലേ കാണുന്നേ? പിന്നെ ഞാൻ 2 മാസം കൊണ്ട് കൊണ്ട് നിർത്തിയാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? ഇതിലെന്ത് ബുദ്ധിമുട്ട്? 2 മാസമല്ല 2 നൂറ്റാണ്ട് വേണമെങ്കിലും ഞങ്ങൾ അവളെ നോക്കിക്കോളാം. അതേപോലെ തന്നെയാ ജൂലി മോൾ ഇവിടെ വന്ന് നിക്കണേലേ ഞങ്ങൾക്ക് സന്തോഷം തന്നെയുള്ളൂ. അല്ല, ഇത്ര നേരം ജൂലി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എവിടെ പോയി? ഓ, ഇത് പുതിയ വീടല്ലേ? അവള് പഴയ വീട്ടിലെ കണ്ടിട്ടുള്ളൂ. അതാ ഈ വീടൊക്കെ ഒന്ന് കളഞ്ഞു നോക്കാൻ വേണ്ടി പോയതാ. അത് ശരി. ആഹാ, വന്നല്ലോ അമ്മാവന്റെ കുട്ടിക്കുറുമ്പി. വല്ലാത്ത സർപ്രൈസ് ആയി പോയിട്ടോ. എന്നോടൊരു വാക്ക് പോലും പറയണ്ടില്ലേ മലേഷ്യന്ന് ഇങ്ങോട്ടേക്ക് പോന്നേ. ഒന്നാമത്തെ സർപ്രൈസ് ആയി പോയി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ സർപ്രൈസ് തരണ്ടായോ? അല്ല, നിങ്ങൾ മാത്രമല്ലേ വന്നത്? ഹേയ്, അല്ല മോളു, ജൂലി വന്നിട്ടുണ്ട്. ജൂലി ദേ വീടൊക്കെ കറങ്ങി കാണാൻ വേണ്ടി പോയതാ. ഇപ്പൊ വരും. അവളിപ്പോ ആരങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? ബേബി, ഫ്ലൈറ്റിന് ടൈം ആവുന്നുണ്ട്. വേഗം അവരോടൊക്കെ യാത്ര പറഞ്ഞു വരാൻ നോക്ക്. ഓക്കെ ബേബി. അപ്പത്തേക്ക് അമ്മാവൻ പോവാണോ? ദേ അമ്മാവൻ പോവാന്ന് വിചാരിച്ച് മക്കള് വിഷമിക്കണ്ട. 2 മാസം മക്കളെ കൂടെ തന്നെ ഇരുന്ന് അടിച്ചു പൊളിക്കാനായിട്ടെ അമ്മാവൻ ഇവിടെ ജോലിനെ നിർത്തിയിട്ടാ പോന്നെ. ഇനി 2 മാസം വരെ നീയും ജോലി ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഓക്കെ, എൻജോയ്. 2 മാസം അവളെ കൂടെയോ? അതൊക്കെ വേണോ അമ്മാവ? നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജൂലി കരയത്തില്ലയോ? ഓ, ഞങ്ങളെ കണ്ടില്ലേ കരയാൻ എന്താ? ജോലി കിള്ള കുഞ്ഞാണോ? അവക്കെ ഇവിടെയാ സ്വർഗം. അവിടത്തെ കാട്ടും അടിപൊളി ഇവിടെയാന്നേ. ഇവിടെയാവുമ്പോ നിന്റെ ഫ്രണ്ട്സിനൊക്കെ അവർക്ക് നല്ല പരിചയമില്ലയോ? അവൾ എപ്പോഴും പറയും ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് ഇവിടുത്തെ ഒരു സ്ഥിര താമസാക്കുന്നേ. ഞാൻ അതിനുള്ള ഏർപ്പാടൊക്കെ നോക്കുന്നുണ്ട്. അതുവരെ 2 മാസം നിങ്ങൾ അടിച്ചു പൊളിച്ചോന്നേ. അടിച്ചു പൊളിച്ചേക്കാം. ഇനി എന്നാ ചേട്ടൻ ഇറങ്ങും കേട്ടോ. നീ അളിയൻ വന്നോന്ന് പറഞ്ഞേക്കേണ്ടി. വേറൊന്നും വിചാരിക്കില്ലെന്ന് പറയും. എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉള്ളതുകൊണ്ടാ. പിന്നെ മോളെ ഇങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ ലണ്ടനിലോട്ട് പോവാലോ. അതിനെ കൊണ്ടാട്ടോ, വേറൊന്നും വിചാരിക്കില്ലേ. ഓ, അതൊക്കെ ആളെങ്കിൽ പറഞ്ഞ മനസ്സിലായിക്കോളുന്നേ. ഏട്ടൻ നോക്കി പോയിട്ട് കേട്ടോ. ജൂലി, ജൂലി ഡാർലിംഗ്, നല്ല കുട്ടിയായിട്ടിരിക്കുന്നു കേട്ടോ. കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോ. ഞാന് ഓളെ കുരുത്തക്കേട് കാണിക്കത്തില്ല. നല്ല ഗുഡ് ഗേൾ ആയിട്ട് നിൽക്കും. എന്റെ പെങ്കിളി, ഞാനിവിടെ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാ ഇപ്പൊ തന്നെ തിരിച്ചു പോവോ? വാട്ട്? ഫൺ ഫൺ തമാശ. ഓ, ഐ സീ. നേരെ ഇത്രയിട്ടും പിള്ളേരെന്താ കാണാത്തെ? നാളെ ടൂർ പോകാനുള്ളതല്ലയോ? ഞാൻ നേരത്തെ വരാൻ പറഞ്ഞില്ലല്ലോ. ബേബി മിസ്സേ, റൈസ് ഇപ്പൊ നിങ്ങളെ പറ്റി പറഞ്ഞതേയുള്ളൂ. വേഗം ഗുഡ് മോർണിംഗ് മിസ്സേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അല്ല, നിങ്ങൾ എത്ര പേരാണോ ഇന്നലെ ടൂറിന് പേരെന്നിനെ? ഹേയ്, അല്ല മിസ്സേ, ഇനി ഒരാളും കൂടി ഉണ്ട്. മൊത്തം 8 പേരായിരുന്നല്ലോ. അല്ല, ഇനിയിപ്പോ 2 പേര് വേണ്ടേ? അല്ലേ, ഓമന വരുന്നില്ലാന്ന് പറഞ്ഞിക്ക്. അവൾക്ക് 2 ദിവസമായിട്ട് നല്ല ഫീവറാണ്. അതിനോണ്ട് അവളെ അമ്മ പോണ്ടെന്ന് പറഞ്ഞു. ഓ, അത് ശരി. എന്നാ പിന്നെ നമ്മള് 7 പേർക്ക് പോലെ. അല്ല, മറ്റൊരാൾ ആരായിരുന്നു? പൈങ്കിളി മിസ്സേ. പൈങ്കിളി. അല്ല, അവള് വന്നില്ലേ? ഹേയ്, ഇല്ല മിസ്സേ, അവള് കുറച്ച് കഴിയുന്ന പറഞ്ഞേ. ഓ,
നിൽക്കോ ആർക്കറിയാ. അങ്ങനൊന്നും നമ്മളെ പൈങ്കിളിനെ തളർത്താൻ പറ്റത്തില്ലെന്നേ. അവള് ഇവളെയും കൊണ്ട് ടൂറിന് വരുന്നുണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് ഈ ടൂർ അവളൊരു പൊളി പൊളിക്കും. പിന്നെ പൈങ്കിളിക്ക് ജയ്. അത് കരുതി ജൂലി അത്ര മോശമൊന്നുമില്ല. അവളെ സൈലന്റ് കില്ലറാ, സൈലന്റ് കില്ലർ. അവള് വിചാരിച്ച കാര്യം നടപ്പിലാക്കാതെ അവള് പോത്തില്ല. ഈ ടൂർ മിക്കവാറും ജൂലി തൂക്കുന്ന എനിക്ക് തോന്നുന്നേ. ഞാൻ എന്തായാലും പൈങ്കിളിന്റെ ടീമാ. അവളെന്നെ കട്ട ചങ്ക. അവളെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അത് മാത്രമല്ല പൈങ്കിളിനെ പോലെ തന്നെ എനിക്ക് ജൂലിനെ കണ്ണെടുത്ത് കണ്ടുടാ. Same bitch. അതന്നെ, ഞാനും same bitch. So, എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. പൈങ്കിളി, ജൂലി, ഇരിക്ക്. ഇനിയിപ്പോ നമുക്ക് ടൂറിന്റെ കാര്യത്തിനെ പറ്റി സംസാരിക്കാം. ജൂലി, ഞാൻ അത്ര വീട്ടെന്ന് പറഞ്ഞിട്ടും നീ ടൂറിന്റെ കാര്യം ഇവിടെ വന്ന് അവതരിപ്പിച്ച് ടീച്ചറിനോട് പെർമിഷൻ മേടിച്ചല്ലേ? എന്നാ ഈ ടൂറിന്